നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ഒരിക്കൽ കൂടി അഖിൽ സാറിനോട് കള്ളം പറയേണ്ടി വന്നിരിക്കുക. ആ വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടാൻ പോവാണെന്ന് പറഞ്ഞ അഖിൽ സാറിന് അത് വിഷമാവും. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് പറയാതെ പോവാ. എന്നോട് ക്ഷമിക്കണേ കണ്ണ. ആഹാ, താനിതിങ്ങോട്ട് പോകുന്നു? അത് സാർ ഓഫീസിൽ പോയില്ലേ? കുറച്ചു ദൂരം പോയപ്പോഴാ ഒരു ഫയൽ എടുക്കുന്ന കാര്യം ഓർമ്മിച്ച് അതെടുക്കാനായിട്ട് വന്നതാ. താനിങ്ങോട്ട് പോകുന്നു, അത് പറ. ഞാൻ എന്താണ് ഇങ്ങനെ വരണ്ട് നിൽക്കുന്ന പോലെ? എന്തോ മോഷണോ കള്ളമൊക്കെ നടത്തിട്ട് നിൽക്കുന്ന ആളിനെ പോലെ. ശ്യാമേ, താൻ കാര്യം പറ. അത് സാർ അത് അപ്പുവിൻ്റെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗാ. പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു അമ്പലത്തിൽ പോകണം. അരവിന്ദേണ്ണാണെങ്കിൽ ഓഫീസിൽ പോയി. അപ്പോൾ പിന്നെ എനിക്ക് താൻ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? എന്താ സാർ? സാർ ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈശ്വര, അഖിൽ സാർ എല്ലാം അറിഞ്ഞു. അപ്പുവിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോകാൻ ഞാൻ അനുവദിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ താൻ എന്നോട് പറയാതിരുന്ന? അല്ലെങ്കിൽ ഞാൻ കൂടെ വരും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ കരുതിയല്ലേ? എടോ, അപ്പു മുറയ്ക്കെൻ്റെ അളിയനാ. പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ എൻ്റെ കൊച്ചനിയനാ. അവൻ്റെ സ്കൂളിലെ മീറ്റിങ്ങിന് ഞാനും വരും. നമുക്ക് ഒരുമിച്ച് നിന്ന് അവനൊന്ന് ഞെട്ടിക്കാടോ. സാർ, അതല്ല, ഞാൻ പറയാം. സാറിന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? ഓഫീസിലെ ജോലി ഒന്നുമല്ല എനിക്കിപ്പോ പ്രധാനം. താനാടോ സത്യം. തൻ്റെ കൃഷ്ണനാണ് സത്യം. എൻ്റെ ലോകം ഇപ്പൊ താനാ. അതുപോലെ തന്നെ സംബന്ധിച്ച് തൻ്റെ ലോകവും ഞാനാണെന്ന് എനിക്കറിയാം. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാ. താൻ ഈ ലോകത്തില്ലാതാവുന്നതിൻ്റെ അടുത്ത നിമിഷം അഖിലും ഈ ലോകത്തുണ്ടാവില്ല. എടോ, ഞാൻ പറഞ്ഞതുപോലെ താൻ കേട്ടായിരുന്നോ? അഖിൽ സാറിനോട് എല്ലാം തുറന്നു പറയണോ? വേണ്ട, അവിടെ പ്രോഗ്രാമിന് സമയമായി. ഒരു പ്രയാസം ഉണ്ടാക്കണ്ട. താ വന്നേ, നമുക്ക് സ്കൂളിൽ പോ. സാർ, ഈശ്വര, എന്നോട് പൊറുക്കണേ. എന്താടോ? അല്ല സാർ, ഓഫീസിൽ പോയിട്ട് എന്തോ മറന്ന് തിരിച്ചു വന്നതല്ലേ? അപ്പോ മടങ്ങിപ്പോകുന്നതും ഒറ്റയ്ക്ക് വേണം, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.